ഒലെടുക്കണ്ട, ഞങ്ങൾക്ക് വേണ്ട ഒന്ന് ഇറച്ചി പോരി. ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ അലൈൻ പോവാണ്, അബുദാബി ടു അലൈൻ. ഇന്ന് അതായിക്കോട്ടെ വ്ളോഗ്. വെള്ളം കൊടുത്തിട്ട് പോളെ എന്റെ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മുമ്പ് പിന്നെ അത് UK ആണോ? ഞങ്ങളിപ്പോൾ അലൈനിൽ എത്തിക്കഴിഞ്ഞു. സമയം ഇപ്പോൾ 1:30 ആവാറായി. അലൈനിൽ എത്തുമ്പോൾ ഒരു 2-3 മരത്തുമ്പോൾ മാത്രം കൊക്കുണ്ട്. കൊക്കിന് മാത്രം സ്പെഷ്യലായിട്ട് നിൽക്കുന്ന 2-3 മരം. അത് ഭയങ്കര ഒരു കൗതുകമായി തോന്നി. അലൈനത്തെ ഫേമസ് പള്ളിയാണ്. മീൽസ് കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ ഹോട്ടൽ തരുന്നത്. പക്ഷേ എല്ലായിടത്തും മീൽസ് കഴിഞ്ഞു. കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു ഫുഡൊക്കെ. ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ് അല്ല, ചിക്കൻ. ഇത് രണ്ടും ബീഫ് ഫ്രൈയാ? ചിക്കൻ ചിക്കി പറിച്ചത്, അത് ബീഫ് ചിക്കി പറിച്ചതാ. ഫുഡൊക്കെ നല്ല ഗംഭീരമായിരുന്നു കേട്ടോ. നല്ല ഫുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറൊക്കെ നിറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒന്ന് യാത്ര ചെയ്യാനൊരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ വയറ് നിറഞ്ഞതുകൊണ്ട്. ഏതായാലും ഞങ്ങൾ അലൈൻ പാലസ് മ്യൂസിയത്തിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല ഓറഞ്ചിൻ്റെ മരം ഉണ്ട് കേട്ടോ. ഓറഞ്ചൊക്കെ പക്ഷേ പഴുത്തിട്ടില്ല, എല്ലാം പച്ചയാണ്. ചൂടുകൊണ്ടൊക്കെ വിണ്ട് കീറിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. ഇതിൻ്റെ ഫോമർ ഷെയ്ഖ് സായിദാണ്. അവരുപയോഗിച്ച ബെഡ്റൂം, അവരുടെ VIP റൂം, മീറ്റിംഗ് റൂം, കിച്ചൺ, അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് ഇതിനകത്ത് കാണാനുള്ളത്. അവരുടെ പ്രോപ്പർട്ടീസ് അതൊക്കെയാണ് ഈ മ്യൂസിയത്തിനകത്തിൻ്റെ മെയിനായിട്ടുള്ളത്. ഇതൊക്കെ വിൻഡോ, എന്ത് രസം വിൻഡോ. ഹായ്, ഈന്തപ്പനാണത് അല്ലേ? അത് വെളുത്ത ആയിട്ടല്ലോ.
ഇവിടെ ഉണ്ടല്ലോ ദി ബുക്ക്. ആ ഗ്യാസുകളല്ല, അത് സെയിം സ്ഥലത്തേക്ക്. ഇത് വെള്ളമില്ല, കാണുന്നില്ല. അയ്യോ കണ്ടേ ഗ്ലാസ് വെച്ചിട്ട് ഹായ് നോക്കട്ടെ. ഹായ് അതാ ഇനി ഞങ്ങൾ ഈ മ്യൂസിയത്തിൽ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതിലെ കുട്ടികളും കൊണ്ട് അധികം ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ വയ്യ, നല്ല ചൂട്. അടുത്തത് അലൈനിലത്തെ ഫേമസ് സൂ കാണാനാണ് പ്ലാന്. പക്ഷേ വെയിൽ സമ്മതിക്കും തോന്നുന്നില്ല, നല്ല ചൂടാണ്. കുട്ടികളും കൊണ്ട് തീരും വയ്യ. ഞങ്ങൾ ഈ വഴിയിലൊക്കെ ഇങ്ങനെ മാനുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടു. സൂവിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി, പക്ഷേ ചൂട് കാരണം ഞങ്ങൾ തിരിച്ച് കാറിൽ നിന്ന് കയറി. അത്രയും ചൂടാണ്. അപ്പോൾ ഞങ്ങൾ അടുത്തത് അലൈനിലത്തെ ഒയാസിസിലേക്കാണ് യാത്ര. ഇപ്പോൾ സമയം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇനി നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ഫ്രണ്ടിൽ തന്നെ കാണിക്കുന്നുണ്ട് ഈ ഒയാസിസിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ. അവർ വെള്ളം, ഓരോ മരങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന സിസ്റ്റമാണ് ഇതിനകത്തൊക്കെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് ഫലാജ് ഇറിഗേഷൻ സിസ്റ്റം. ആ സിസ്റ്റം തന്നെയാണ്, അത് പഴയ ഓൾഡ് സിസ്റ്റമാണ്. അത് തന്നെയാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതാണ് ഈ ഒയാസിസിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് അതിൻ്റെ അകത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അലൈനിലെ ഏറ്റവും വലിയ ഒയാസിസ് ആണിത്. 3000 ഏക്കറിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് 1,47,000 ഈത്തപ്പഴ മരങ്ങളുണ്ട്. അതിൽ തന്നെ 100-ലധികം വെറൈറ്റി ടൈപ്പ് ഓഫ് ഈത്തപ്പഴം ഇതിനകത്ത് കിട്ടുന്നതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഈ വണ്ടി ഓക്കെ നമുക്ക് ഇതില് ഞാൻ ചോട്ട് മാട്ടില്ല ഇതിനെടുക്കാൻ മതിയാണ്. എന്ത് ക്ലീൻ ആൻഡ് നീറ്റ് തോട്ടം. പറിക്കാനായിട്ടല്ലേ ഞാനൊന്ന് ഇതാണ് ഞാൻ പറഞ്ഞ ഫലാജ് ഇറിഗേഷൻ സിസ്റ്റം. തോട്ടങ്ങൾക്കൊക്കെ നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഓൾഡ് സിസ്റ്റം. എന്താ പറഞ്ഞ മനസ്സിലായില്ലേ? ചൂട് ചൂട് വെള്ളം. എന്തൊരു ചൂട് അറിയോ?
നമ്മളെ ഏരിയയിലൊക്കെ ഈ കനാലുണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ മറ്റേ മാങ്ങ ഒന്നുണ്ടല്ലോ, മാവൂട്ടി. ഇതാണോ വെള്ളം? അയാളെ എൻ്റെ കുട്ടി അതിനെ വിട്ടു പോകുന്നു. ഇതന്നെ ഇവിടെ വെള്ളം തുറന്നാ. ഇവിടെ നോക്ക്. ചൂടുണ്ടല്ലേ? എന്നാ കേറിക്കോ. ഇങ്ങനെ പോയി ഞാൻ ഉള്ളിൽ കൊടുത്തില്ലേ? ഓറഞ്ച് പഴുത്തിട്ടില്ല. ഓറഞ്ച് ഇപ്പൊ ഇങ്ങനെ ആയി വരുന്നുള്ളൂ. അതിപ്പോ മറ്റത്ത് 2 വർഷമായിട്ടുള്ളൂ. ഇതെന്താ? എല്ലാവർക്കും സത്യമാണ്. യൂട്യൂബിലൊക്കെ ഇതെന്താ സംഭവം? ഇതെന്താണ്? ഇതെന്താ? പുറത്തെന്താണോ? ലോക്ക്ഡ് ആണല്ലോ. ശരിക്കും നല്ല കിളികളൊക്കെ സൗണ്ടും കൊലെടുക്കണ്ട. നമുക്ക് വേണ്ട ഒന്ന് ഇറച്ചി വരും. ഇവിടെ വെള്ളം വയ്ക്കാം. വെള്ളം ഉണ്ട് കേട്ടാ. എന്നാ പിടിച്ചോളി. ആർക്കൊക്കെ വേണ്ടി പറഞ്ഞോളി. എല്ലാവർക്കും വെള്ളത്തിൽ കഴുകാൻ പറ്റുമോ? എന്ത് വെള്ളം അറിയില്ലല്ലോ. ഇതെന്താ കണ്ണു കിട്ടൂ. കൊല പറിക്കാൻ പറ്റില്ല. ഇങ്ങനെ പറിച്ചാൽ എന്തൊരു ബുദ്ധിമുട്ടാണ്. അവിടെ അപ്പുറത്ത് പഴുത്തത്. മതി മതിയില്ലേ? പറിക്കുമ്പോൾ ഒരു റൂമില് പറിക്കണ്ട. പഴുത്തത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മളെ റൂമിന്റെ അവിടുത്തെ ടേസ്റ്റ് ഇല്ല. എന്നൊക്കെ എടുക്കണ്ടല്ലോ വീഡിയോ. തിരിച്ചു പോകുന്നത് ഒരു വണ്ടിയിലാണ് കേട്ടോ. അവിടെ ഒരു ഇങ്ങനെ ഒരു സർവീസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. രാത്രിയായപ്പോൾ നല്ല വ്യൂക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ജബൽ ഹഫീത്ത് മൗണ്ടെയിൻക്കാണ് ഇനി പോകുന്നത്. UAE-യിലുള്ള 1 ഓഫ് ഹയസ്റ്റ് മൗണ്ടെയിൻ ആണ്.
ദൂരന്നേ കാണുന്നുണ്ട്, അതിൻ്റെ മുകളിലെത്തണം. ഇൻഫ്ലുവൻസ് വെച്ച് ഈ കിണറില് പച്ചവെള്ളം കണ്ടെന്നിട്ട് അല്ല ഞാനേ നിങ്ങള് പോയി എന്നാണ് പിന്നെ ഞാന് ആ കൊടുത്താലോ നീ കാണാൻ ഇതുവരെ വന്നിട്ട് ഓള് നിങ്ങള് കണ്ടില്ലല്ലോ പിന്നെ കുടുങ്ങിയില്ലേ. ഇതാണ് സംഭവം വണ്ടി ഇവിടെ വരിക്കണത്. എന്താണ് ഇതാണ് മറ്റേ ഗ്രീൻ ബഷീർ, അതായത് ജബൽ ഹഫീത്തിന്റെ അടിയിലുള്ള ഒരു സംഭവമാണ്. റിസോർട്ടല്ല, ഫുള്ള് പച്ചപ്പ്, ഡാം കാര്യങ്ങളൊക്കെ അതിന്റെ ഉള്ളിലാണുള്ളത്. നമ്മളങ്ങോട്ട് വന്ന് വെള്ളം ഉണ്ടല്ലോ അത് ഇവിടുന്ന് തന്നെ. ആ നഗരം മുഴുവനാണ്. ഈ ഒമാൻ ബോർഡറാണ് ജബൽ ഹഫീത്ത് ഉള്ളത്. നല്ല കാറ്റ്, നല്ല കാറ്റുണ്ട്. നല്ല ക്ലൈമറ്റ്. വലിയ സിറ്റി അവിടെ വീണ അടുത്ത ഒരു രാത്രി 10 മണിയായി. ഇനി ഞങ്ങൾ തിരിച്ച് അബുദാബിക്ക് 12 മണീൻ്റെ മുന്നേ എത്തണം. സാനിറ്റൈസേഷൻ റൂള് വന്ന കാരണം 12 മണിക്ക് ശേഷം ആരും പുറത്തിറങ്ങാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്